ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ചുമ്മാ ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുവാണ്. ഞങ്ങൾ മാത്രമല്ല എമ്മി ആൻറ്റിയുടെ ഫാമിലി ഉണ്ട്. അപ്പം ഞങ്ങളും ചുമ്മാ ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ഓഫാണ്. അപ്പോൾ പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. ഇവിടെ അടുത്തൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടേക്ക് ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ. അപ്പം അവിടെ ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. കാര്യമായിട്ടൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. അവിടെ ചുമ്മാ ഒരു ബീച്ച്, അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ആദി ഒരു ഹായ് പറയാമോ? ഓക്കെ, അപ്പം നമുക്ക് മെല്ലെ യാത്ര തുടങ്ങാം. കാര്യം ഇന്ന് നല്ല മഴയൊക്കെ ആയിരുന്നു പറഞ്ഞായിരുന്നത്. അപ്പം നമുക്ക് ഇന്നലെ ഒരു സംശയം ഉണ്ടായിരുന്നു ഒന്ന് പോകാൻ പറ്റുമോ ഇല്ലയെന്ന്. പക്ഷേ ഇന്ന് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളധികം ലേറ്റ് ആവാതെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ വൈകുന്നേരം ആയാൽ മഴ പെയ്താലോ അല്ലേ വാക്കുട്ടാ? വൈകുന്നേരം മഴ പെയ്താലോ അല്ലേ? അതേ നമുക്ക് ദൂരെ ഒരു കുതിരയും ഒരു കുതിരച്ചേട്ടനെയും കാണാൻ പറ്റും. അവരിങ്ങനത്തെ പോകുമ്പോൾ ഇങ്ങനത്തെ ഉടുപ്പിടണം എന്ന് തോന്നുന്നു. അത് പോലീസാണോ? ആ പോലീസല്ലേ, പൊളൈറ്റ് പ്ലീസ്. പോലീസ് തന്നെ അതേ ഫോണ്ടിൽ എഴുതിയേക്കുന്നതല്ലേ, പോലീസ് എന്നാന്ന് തോന്നും. പൊളൈറ്റ് പ്ലീസ് സ്ലോ ഡൗൺ എന്ന് എഴുതിയേക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇന്ന്. വെയിലാണ്, പക്ഷെ ഭയങ്കര ചൂടൊന്നുമില്ല, എന്നാൽ ഭയങ്കര തണുപ്പുമില്ല. നമുക്ക് ജാക്കറ്റൊന്നും ഇല്ലാണ്ടിന്ന്. അത് ഇച്ചിരി നേരത്തേക്കല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അത് ഭയങ്കര ചൂടല്ല വാക്കുട്ട. ആക്ച്വലി നമ്മൾ ഏകദേശം ചേട്ടന്മാരുടെ വീടിൻ്റെ അടുത്ത് എത്താറായില്ലേ വാക്കുട്ട? എത്തിയോ? ഇവിടെയാണോ സ്ഥലം? അങ്ങനെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിലെത്തി. നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് അവരെയൊക്കെ ഒരുമിച്ചായിട്ട് പോവാം. അവർ നല്ല പുല്ലൊക്കെ ചെത്തി നല്ല അടിപൊളിയാക്കി വെച്ചേക്കാം. അവരുടെ ചെടിയെല്ലാം കണ്ടോ? സുന്ദരി പിന്നെ നോക്കട്ടെ. ആൻറ്റി റെഡിയായി താഴേക്ക് ഇറങ്ങിയിരുന്നു. ഇപ്പൊ നമ്മുടെ പിള്ളേരും ഒക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. അവരും വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ലൈറ്റ് ഇട്ടാ അതെ. അപ്പൊ എല്ലാരും സെറ്റ്. ഞങ്ങളിനി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. നമുക്ക് എന്താണെങ്കിലും ഇന്ന് അടിച്ചു പൊളിക്കാം. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, അവരതാണ്ട് ആ വണ്ടിയിൽ കയറി. ഞങ്ങൾ താണ്ട് ഈ വണ്ടിയിൽ കയറുവാണ്. പോവാടാ, ആരോ റെഡി? ഡോർ അടിക്ക്. അപ്പൊ നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് എത്ര സമയം എടുക്കും? ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ, ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ അത്രേ ഉള്ളൂ മാക്സിമം ദൂരം. ഓക്കെ, ചൂടില്ലായില്ല കേട്ടോ. അത് ഇതിൻ്റെ ചൂടും കൊണ്ടും കൂടെ ആയിരിക്കും. ആക്ച്വലി വലിയ തിരക്കൊന്നും ഇല്ല. ഇതൊരു ദിവസമാണ് കണ്ടിട്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ഏരിയയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ സമ്മർ ആവാൻ വേണ്ടി കാത്തിരിക്കും ആൾക്കാർ. പുറത്തേക്കൊക്കെ ഇറങ്ങാനും എൻജോയ് ചെയ്യാനും ഒക്കെ, നല്ല ഡ്രസ്സ് ഇടാനും. വിൻ്റർ ടൈമിലൊരു 4-5 മാസം, 5 കൂടുതലുണ്ടാവും അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ട് ഫുള്ള് കവർ ചെയ്ത് നടക്കണ്ടേ. നോക്കിയേ, സൈക്കിൾ ട്രാക്ക് ഉണ്ട്. എന്നാലും അവരൊരു ഫാമിലിയാണെന്ന് തോന്നുന്നു. അപ്പൻ, ഒരു കുഞ്ഞിച്ചെറുക്കൻ, ദാണ്ട് അമ്മ. എൻ്റെ ദൈവം, ഒരു കുഞ്ഞിതാ, അതിനെക്കാട്ടിലും കുഞ്ഞു കൊച്ചാട്ടോ അത്. എന്താ ധൈര്യം നോക്കുക അല്ലേ? ആംഗ്രി ഒന്നുമല്ല അവൻ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം റോഡിൻ്റെ സൈഡിലൊരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അവർക്ക് നല്ല സേഫായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഈ റെഡ് ലൈനാണ് സൈക്കിൾ ട്രാക്ക്. ഇതുണ്ടോ ഫാമിലി പോണ്. അപ്പോൾ അവർക്ക് അതിനൊട്ടും പേടിക്കണ്ട. പക്ഷെ അവരും ഇതുപോലെ സിഗ്നലെല്ലാം നോക്കി എല്ലാം കൊച്ചിനറിയാം കേട്ടോ അതൊക്കെ.
സിഗ്നലായി. അപ്പോൾ അവനത് അവിടെ വണ്ടി നിർത്തി. ഇത് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുക, നീ പോവാ ആദ്യമേ, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ പോ. അങ്ങനെ നമ്മളങ്ങനെ മോർക്കാം ഹിഷാം റോഡിലേക്ക് കയറി എന്ന് പറയാം. ഇവിടെ നമ്മുടെ ഇതൊരു ഫേമസ് നദിയുണ്ട്, റിവർ ലൂൺ ഉണ്ട്. ഇതിലെപ്പോഴും വെള്ളം ഉണ്ടാവില്ല. ചില സമയത്ത് അതിൽ വെള്ളം ഉണ്ടാവും, ചില സമയത്ത് വെള്ളം ഉണ്ടാവില്ല. അവരിങ്ങനെ ബണ്ട് കെട്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ ചില സമയത്ത് അവരത് അഴിച്ചുവിടും. ശരിക്കും വെളിച്ചം ഉള്ളപ്പോഴാണ്, നല്ല ലൈറ്റും ഒക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ശരിക്കൊരു ഭംഗി കാണാൻ പറ്റുന്നല്ലേ. ആ പുറകിലെ വണ്ടിയിൽ ഇമേരി ഇരിക്കുന്നത് കാണുന്നുണ്ടോ ഗൈസ്? ഹായ്, ഇമേൻ്റെ ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏരിയയിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു. കണ്ടു. ഇടയ്ക്കൊക്കെ നമുക്കപ്പം പേയ്മെന്റ് ചെയ്യാം അല്ലേ? ഞാൻ ഭയങ്കര വലിയ ടൂറിനൊക്കെ പോകുന്ന പോലത്തെ ഒരു മാനസികാവസ്ഥ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ട്. എന്നോട് പറഞ്ഞു ഇവിടെ പോയിട്ട് തിരിച്ചു വരുന്നതിനാണ്. സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലല്ലോ. ആക്ച്വലി നമുക്കിവിടെ പേ ആൻഡ് പാർക്കിന് ഇവിടെ നമുക്ക് ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മളിവിടെ തന്നെ വന്ന് പാർക്ക് ചെയ്യണം. ഇവിടെ ഈ മിഷനിൽ വരിക, എത്ര സമയത്തേക്ക് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക, എൻ്റർ ചെയ്യുക, കാർഡ് സ്വൈപ്പ് ചെയ്യുക, ടിക്കറ്റ് എടുക്കാൻ പോരുക. സംഭവം സിമ്പിൾ. എന്തോ ഓ നിന്നോ, ഒരു പ്രോബ്ലം ഇല്ല. മറിഞ്ഞു വീഴാതിരുന്നാൽ മാത്രം മതി. ആക്ച്വലി നമ്മളിവിടെ പ്രതീക്ഷിച്ചു വന്ന നിറച്ചും വെള്ളമാണ്. ഇവിടെ വലിയ വെള്ളം പ്രതീക്ഷിച്ചു വന്ന നമ്മൾ ആക്ച്വലി അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇപ്പോൾ ഹിഷാമിൻ്റെ ഒക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഹിഷാമിനൊക്കെ എടുക്കുമ്പം നമുക്ക് കാണുന്ന ഒരു മെയിൻ ഒരു ഫോട്ടോ ആ സ്റ്റാച്ചു. അതെന്താ നമുക്ക് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. പ്രതീക്ഷിക്കാത്ത പോലെ ഇന്ന് ഭയങ്കര കാറ്റ്. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്. പക്ഷെ നമുക്ക് നല്ല വെയിലൊക്കെ ആണെങ്കിലും നല്ല കടൽക്കാറ്റ് വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. പക്ഷെ വെള്ളം അല്ലാണ്ട് ഇറങ്ങിക്കിടക്കുക. നല്ല ഇവിടെ വരെയൊക്കെ വെള്ളം വന്നോണ്ടിരുന്നു. അപ്പം നല്ല ഭംഗിയായിരുന്നു. അയ്യോ, അവൻ ചിലപ്പോൾ കടിക്കും. വേണ്ട പപ്പു, അവൾക്ക് പേടിയില്ല കേട്ടോ. എനിക്ക് അപ്പൊ ഇവിടെ ഇതിന്റെ മുകളിൽ അവിടേക്ക് പോയ ഏതാണ്ടൊരു സംഭവം എന്തെന്ന് തോന്നുന്നു. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് നടന്ന് നോക്കാം അവിടെ എന്നാ ഉള്ളത്. ആൾക്കാരെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു വഴിയുമുണ്ട്. ഇതാണ് നാഷണൽ ട്രസ്റ്റ് ഹിഷാം കോസ്റ്റ്. സൈക്ലിംഗ് നോട്ട് അലൗഡ് ബിയോണ്ട് ദിസ് പോയിന്റ്. സംഭവം പൊളിയാട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് സംഭവം. ഇവിടുന്ന് ഉണ്ടോ, അടിപൊളി വ്യൂ ആണ് മക്കളെ. വൈൽഡ് ലൈഫ് ഓൺ ദ ഹിഷാം കോസ്റ്റ്. ഇതൊക്കെയാണ് ഇവിടെ ആക്ച്വലി ഇവിടെ കാണാൻ സാധ്യതയുള്ള പക്ഷികളൊക്കെയാണിത്. ഈ ഇതിൽ വരുന്ന ഇവിടെ കാണുന്ന പൂക്കള്. പിന്നെ ഇതാണ് ഈ ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ എന്തായാലും വായിക്കുന്നൊന്നുമില്ല. സമ്മറിലുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നത്
ഓ അങ്ങനെയാണത്. സമ്മർ ഇത് അപ്പൊ ഈ സമ്മർ ടൈമിൽ ഈ സാധനങ്ങളൊക്കെ സ്പ്രിങ് 31-ാം തീയതി തീർന്നു. അതുകൊണ്ട് ഈ പക്ഷികളൊക്കെ വീട്ടിൽ പോയി. ഇനിയിപ്പോ വിന്റർ സമയം എടുക്കും. നമുക്ക് അത് ഇട്ട് വരാം അല്ലേ? കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തതുപോലെ തോന്നുന്ന 2 പട്ടികൾ. പക്ഷെ ഇതിങ്ങനെയാണ് ഗൈസ്. അതിന്റെ വയറുണ്ട്. തിരിച്ചു പോലെ എന്നാ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ചുമ്മാ ഒരു റോഡാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെന്നാണ്. അല്ലാതെ നമ്മളിവിടെ ഒന്നും പ്രതീക്ഷിക്കരുത് ഗൈസ്. ഇത് അവിടെ പഴയ ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മളങ്ങനെ താഴേക്ക് ഇങ്ങനെ നടന്ന് ഇനിയിപ്പോൾ ബീച്ചിലേക്ക് അവിടെ പോകാം. അവിടെ നമ്മളൊരു 4 പിള്ളേരെ അങ്ങോട്ടേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. മണ്ണിൻ്റെ അകത്ത് കളിക്കുവാണോ, ചെളിയിൽ കിടന്ന് ഉരുളുവാണോ, വെള്ളത്തിലിറങ്ങിയോ ഒന്നും അറിയില്ല. വെള്ളത്തിലിറങ്ങൂല, വെള്ളം കുറേ ദൂരെയാണ് ആക്ച്വലി. വീണ്ടും ഒരു കപ്പിൾ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. സേവ് ദ ഡേറ്റ് അല്ല, പോസ്റ്റ് വെഡിങ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഹീഷാമിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. കുത്തനേരി. അതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ അടുത്തെത്തി. നിങ്ങൾ കളിച്ചു മടുത്തോ ഗൈസ്? എന്താന്ന് ഒന്നുകൂടെ പറഞ്ഞേ, മനസ്സിലായില്ല. എന്ന് പറഞ്ഞ എന്താ സാധനം? ഓ അതാണ്. നല്ല അടിപൊളി ഉരുളങ്കല്ലല്ലേ, നല്ല രസം. പാപ്പു ഹലോ. എന്താ അത്? ഒരു കുഞ്ഞി കല്ല്. റെഡ് ഷെൽ. ഓക്കെ. ഇനി ഞങ്ങളുടെ മുതിർന്നവരുടെ ഫോട്ടോഷൂട്ടിന് ശേഷം ഇനി നിങ്ങൾ കാണാൻ പോവുകയാണ്. അവതരിപ്പിക്കുന്നു കുട്ടികളുടെ ഫോട്ടോഷൂട്ട്. പാപ്പുവിന് കെയർ ചെയ്തേ, അത് കെയർ ചെയ്തേ പാപ്പുവിനെ. ഭാവിച്ചേട്ടനെ വിട്ടിട്ടുള്ള പരിപാടിയില്ല അവന്. സ്മൈലാട്ടോ വേണ്ട, സ്മൈല്. അങ്ങനെ നമ്മള് ഫോട്ടോഷൂട്ട് ടൈമിലാണ്. നമുക്ക് അവിടെ വരെ പോയി നോക്കാം. അവരെന്നെ കൂട്ടാണ്ട് പോകുമെന്നുള്ളത് അറിയത്തില്ല. നമുക്ക് എന്താണ് ഇങ്ങനെ പോയി നോക്കാം എന്താണ്. അയ്യോ അവിടെ ഉള്ളതെന്നുള്ളത്. മണ്ണിൻ്റെ കൂടെ ആക്ച്വലി നടക്കാൻ പറ്റത്തില്ല. അവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഏരിയയിലേക്ക് നല്ല കല്ലുകൾ ഇങ്ങനെ ചെത്തി വെച്ച് എന്തോ തപ്പിക്കൊണ്ടിരിക്കും. എന്താണ് തപ്പുന്നതെന്നൊന്നും അറിയത്തില്ല. നോക്കി പോയി ഇനി മറിഞ്ഞു വീഴും. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ പായലൊന്നും കാണാനില്ല. അപ്പുറത്തെ ബീച്ചാണ് കാണുന്നത്. ഇവിടെ ഫുള്ള് പായലാട്ടോ. അതുകൊണ്ട് ഈ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ കല്ല് നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിലൂടെ ആൾക്കാർ ഇറങ്ങി അപ്പുറത്തേക്കൊക്കെ പോവാറുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ശ്രമിച്ചിട്ടുണ്ട്. പായൽ നിറഞ്ഞ് കിടക്കുന്ന സ്ഥലം. അവിടേക്കൊക്കെ തെന്നലായിരിക്കും മിക്കവാറും. ആ ഭാഗത്തേക്കൊക്കെ ഒത്തിരി പായലൊക്കെ നിറഞ്ഞ്. എന്നാൽ ഒത്തിരി ആൾക്കാരൊന്നും ഇവിടേക്ക് ഇറങ്ങാറില്ല. കാരണം ഇച്ചിരി കണ്ടിട്ട് പിള്ളേർക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. അത്ര സേഫ് അല്ല. അവിടെ ഒരു മനുഷ്യൻ മണ്ണിൻ്റെ അകത്തോട് നടക്കുന്നു. ദൂരെ ഒരു പാറയിലൊരു മനുഷ്യനെ കണ്ടു, ഡോഗ്സിനെ കൊണ്ട്. ആക്ച്വലി ഇതൊക്കെ പായൽ പിടിച്ച് നടക്കുന്ന ഒരു ഏരിയ. വെള്ളം കയറി കിടക്കാറുണ്ടാവണം. ഏകദേശം അവിടം വരെയെങ്കിലും വെള്ളം കയറി കിടക്കാറുണ്ടാവണം. ഇപ്പോൾ വെള്ളം ഇറങ്ങിയപ്പോഴാണ്. ഇവിടുന്നും ആൾക്കാരിങ്ങനെ മുകളിലേക്കൊക്കെ കയറി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കേട്ടോ അവിടെയൊക്കെ ഒരു
മലമ്പ്രദേശമാണ്. നമ്മൾ ആക്ച്വലി നടന്നു പോയത് അതിലെ കൂടെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ വരെയാണ് നമ്മൾ മുകളിലേക്ക് നടന്നു പോയതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. What are you looking for? Oh, okay. You're making something with it? Oh, okay. Also looking for glass. Can I see a piece of it? You got anything? Okay, this is what they are looking for. You make jewelry with it, right? Yeah, oh, can I capture that? Okay, jewelry. So you mix color with it? No. Oh, okay. Okay. നമ്മളിത് സൂര്യനിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് കണ്ടോ. അത് ഗ്ലാസ് ആണ് ആക്ച്വലി. ഇത് നാച്ചുറൽ ആണ്. സോ ദിസ് ഇസ് നാച്ചുറൽ. No, it's not. It's from broken glass. Oh, okay. It's been. Do you want to take those? No. I'm just curious to see what you're looking for. It's itself in the sea, and it's been rolled around in the sea for years. And it comes out all frosted. Oh, that's a new information for me. Yeah, so you get different colours. Oh yeah, we get different colors like this. Okay, so we can make. This is not sharp at all, so we can make jewelry with it. Oh, that's good. Right, thank you. Actually, അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അതായത് അത് നാച്ചുറൽ ഗ്ലാസ് അല്ല, അത് ബ്രോക്കൺ, അതായത് പൊട്ടിപ്പോയ ഗ്ലാസ്സുകൾ കടലിൻ്റെ അകത്ത് കിടന്ന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ മണ്ണിലടിഞ്ഞ് നമ്മുടെ തീരത്ത് അടിഞ്ഞു വരുമ്പം അത് അവർ പെറുക്കിയെടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് അവർ പല ജ്വല്ലറീസ് ഉണ്ടാക്കും. ആ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു മാലയിലുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് അവരങ്ങനെ കളക്ട് ചെയ്ത ഒരു ഗ്ലാസ്സാണ്. അത് ആ കളറിൽ തന്നെയാണ് അവർക്കത് കേൾക്കുന്നത്. ഒരാള് കഠിനാധ്വാനം ചെയ്ത് കുഴിയുണ്ടാക്കി. ഓ, അവിടെ പോവരുത്. കണ്ണാടി ഇട്ടോ, കണ്ണിൽ വെച്ച കണ്ണ് പോകാണ്ടിരിക്കാനല്ലേ കണ്ണാടി തന്നെ കൊച്ചിന്. കണ്ണാടി പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരാള് തൊപ്പിയില് കണ്ണാടി എടുത്ത് വെച്ച് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നതാണ് നിങ്ങളെ കാണുന്നത്. ആക്ച്വലി നമ്മളുടെ ഏകദേശം ഇവിടുത്തെ കാണാനുള്ള എല്ലാം കഴിഞ്ഞു. ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നും ഇല്ല ആക്ച്വലി. ചുമ്മാ ഇങ്ങനെ നടക്കാൻ നോക്കാം, ബീച്ചിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാം. അല്ലാണ്ട് ഇവിടെ കാണാനോ അങ്ങനെ പ്രത്യേകമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാനോ പറ്റുന്ന സ്ഥലങ്ങളില്ല. പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നത് ചുമ്മാ നടക്കാൻ പോവാന്നുള്ള ഒരു കാര്യം ഒക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്നാണെങ്കിലും നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നല്ല വണ്ടിയിലേക്ക് കയറുക. നമ്മൾ നോക്കാം ഇനി അടുത്ത പരിപാടി. ഫുഡ് കഴിക്കണം, എല്ലാവർക്കും ഐസ്ക്രീം വേണമെന്ന് പറയുന്നു. ഫുഡ് കഴിക്കണം, അതൊക്കെ തന്നെയാണ് പരിപാടി. ആദ്യം അറിയാം അവിടെ നിന്ന് ആക്ച്വലി അങ്ങോട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് പ്രൊമനേറ്റിന്റെ ഭാഗമായിരിക്കും അല്ലേ? ആണോ? നടുക്കായിട്ടൊരു ബേക്കർ കപ്പ്. പിന്നെ ഇവിടെ പിള്ളേരുടെ പാർക്ക് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്കിങ്ങനെ കുറേ കാണാനുണ്ട് ആക്ച്വലി. ഇങ്ങോട്ടേക്ക് ചുറ്റും ഒരു കബിലത്തെ പ്രോമനേറ്റ് എന്ന് പറയുന്നത് 4.5 മൈൽ എന്തോ 4 മൈൽ ലോങ് ആണ് സംഭവം. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മർ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് വരും നമ്മുടെ ഈ പ്രോമനേറ്റിൽ. അപ്പോൾ ആൾക്കാർ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാം ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബീച്ചിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം. അങ്ങോട്ട് പോവാം. ആക്ച്വലി നമുക്കൊന്ന് അൽദിയിൽ കയറണം. ഇവിടെ സൺഡേ ആകുമ്പോഴത്തേക്കും സൺഡേസിൽ 4 മണി വരെയാണ് കടകൾ എത്തുള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ 4 മണിക്ക് മുൻപ് വാങ്ങിയില്ലെങ്കിൽ പണിവാണ്. അതെ, ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യരുത്, വഴി കൂടെ പോണ ആൾക്കാരെ കേട്ടോ. കട അടയ്ക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കണം അത്യാവശ്യം നല്ല തിരക്കാണ്. 4 മണി വരെയാണ് കടയുള്ളൂ. അപ്പോൾ കടയിൽ നല്ല തിരക്കാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല തിരക്കാണ്. ആൾക്കാർ ഫുള്ള് ബിസി.
എന്നിട്ട് തിരക്കിട്ട ഷോപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് ഷോപ്പിൻ്റെ അകത്ത്. നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നമുക്ക് ഇനി ഷോപ്പിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം ബാക്കി എടുക്കാം. ഒന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ കയറിയതാണ്. അവസാനം ട്രോളി നിറച്ച സാധനങ്ങളും കൊണ്ട് അപ്പനും മോനും നിൽക്കുന്നു. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വണ്ടി പുറത്തേക്ക് ഇറങ്ങിയതും കാറ്റ് തുടങ്ങി. ഇതാണ് പ്രശ്നം. നമ്മൾ അവസാനം നമ്മുടെ ഉച്ചഭക്ഷണം നമ്മൾ 3 മണിക്ക് കഴിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഫൈനലിലെത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ KFCയിലെത്തി. KFCയിൽ എന്ത് വാങ്ങണം എന്ത് കഴിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പം, ആലോചനയിലാണ് ഇപ്പം നമ്മൾ എല്ലാവരും കൂടെ. വലിയ കുടുംബം ആയതുകൊണ്ട് വലിയ ബക്കറ്റാണല്ലോ. എല്ലാവരും വളരെ ബിസിയാണ്. നല്ല വിശപ്പുണ്ട്. എല്ലാവരും കഴിക്കാനൊക്കെ തുടങ്ങി. ഫുഡൊക്കെ വന്നായിരുന്നു. ചെറിയൊരു റെസ്റ്റ് വേണമല്ലേ? ഞങ്ങളുടെ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഞങ്ങളുടെ മേശയും. അപ്പം ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ് ഗൈസ്. ചേട്ടന്മാരുടെ ഐസ്ക്രീം കഴിക്കൽ ആണ് ഇനി അടുത്തത്. എന്താടാ എടുത്ത് കഴിക്കണം? അതിൻ്റെ ഉള്ളിലല്ലേ ഇനി വേണ്ടേ? ഇല്ലേ? ആ സാധനം തീർന്നോ? ഒരു തേങ്ങയുടെ ഒരു സാധനമാണ്. പുറത്ത് തേങ്ങയും ഉള്ളില് ക്രീമാണ് തോന്നുന്നു. മാഷ്മെല്ലോ പോലെ ഒരു സാധനം. അതെന്താണെന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അത് ക്രീമാണ് ഉള്ളില്. മാഷ്മെല്ലോ എന്നൊക്കെ പറയുന്നു. മാഷ്മെല്ലോ പോലെ തന്നെ ഉണ്ട്. മാഷ്മെല്ലോ ആണെന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ ക്രീമിയാണ്. കുഴപ്പമില്ല. KFCയിൽ നിന്ന് ഇറങ്ങി സമയം 4 മണി കഴിഞ്ഞു. 4:10. താങ്ക് യു. നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ചെറിയ ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു നിർത്തി അൽഡി അടിച്ചു. പാർക്കിംഗ് ഫ്രീ. നമ്മുടെ മാത്രം വണ്ടി എടുത്തു. നിറഞ്ഞ കിടന്ന പാർക്കിംഗ് കണ്ടേ. ഇപ്പൊ വെറും 2 വണ്ടി മാത്രം. ഇങ്ങനെ നമ്മൾ KFCയോട് വിട പറഞ്ഞാൽ നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറയാം. ഭയങ്കര സംഭവങ്ങളൊന്നും കാണാനൊന്നും ഇല്ലായിരുന്നെങ്കിലും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ഒരു റിലീഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറേ നാൾ കൂടിയിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പം. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിള്ളേരൊക്കെ ഒരുമിച്ച് കുറച്ച് നേരം കളിച്ചു. അങ്ങനെ അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവാണ്. ഇപ്പോൾ 4:15 ആയി. സമയം വൈകുന്നേരം ആവാറായി. നല്ല വെയിലുണ്ടെന്നാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നമുക്ക് വീണ്ടും അടുത്ത തവണ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ ബൈ. ബൈ.